ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് അർജുനൻ്റെ വിവിധ നാമങ്ങളെക്കുറിച്ച് നോക്കിയാലോ. പാണ്ഡവ സഹോദരന്മാരിൽ മൂന്നാമത്തെയാളായിരുന്നു അർജുനൻ. വളരെ പ്രഗത്ഭനായ ഒരു വില്ലാളിയായിരുന്നു അദ്ദേഹം. വീരശൂര പരാക്രമിയായ അർജുനൻ ഭീഷ്മപിതാവിന് ഏറെ പ്രിയങ്കരനായിരുന്നു. സമാനതകളില്ലാത്ത യുദ്ധമികവിനുടമയായ ഭീഷ്മർ കൗരവർക്കും പാണ്ഡവർക്കും ഒരുപോലെ പിതൃമാതൃതുല്യനായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ മികച്ച ധനുർവിദ്യക്കാരനായിരുന്നു അർജുനൻ. ഗുരുവായ ദ്രോണന് വളരെ പ്രിയമായിരുന്നു ഈ ശിഷ്യനോട്. ഇതുമൂലം മറ്റു വിദ്യാർത്ഥികൾക്ക് ചിലപ്പോഴൊക്കെ നീരസവും തോന്നിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ശ്രദ്ധയും പ്രീതിയും എപ്പോഴും അർജുനന് മാത്രമാണ് കിട്ടുന്നതെന്ന തോന്നൽ അവരിൽ വിദ്വേഷമുളവാക്കി. ഗുരുകുലത്തിൽ ഒരു രാത്രി ശക്തമായ കാറ്റിൽ വിളക്കുകളെല്ലാം അണഞ്ഞുപോയി. പെട്ടെന്ന് അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു അർജുനൻ. എന്താണെന്ന് നോക്കാൻ അങ്ങോട്ട് ചെല്ലുകയും ചെയ്തു. അന്നേരം തൻ്റെ സഹോദരൻ്റെ ആകൃതിയിൽ തന്നെയുള്ള ഒരു രൂപം എന്തോ ഭക്ഷണം വാരി വിഴുങ്ങുന്നത് ജനാലിലൂടെ വരുന്ന നാട്ടുവെളിച്ചത്തിൽ അർജുനൻ. ഭീമാ, ഇരുട്ടാണ് എങ്ങും. എന്താണ് നീ ഇരുട്ടത്ത് തിന്നുന്നത്? പുച്ഛത്തോടെ അർജുനൻ ചോദിച്ചു. ബുദ്ധിമുട്ടി പരിശീലിച്ചാൽ ഇരുട്ടായാലും വെളിച്ചമായാലും ഏതു നേരത്തായാലും ഏതു ജോലിയും അനായാസേന ചെയ്യാവുന്നതേയുള്ളൂ. തീറ്റ ഞാൻ എന്നും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാം, നിസ്സാരമട്ടിൽ ഭീമൻ മറുപടി പറഞ്ഞു. ഈ പറഞ്ഞതിലെ സത്യം അർജുനൻ തിരിച്ചറിഞ്ഞു. രാത്രികാലങ്ങളിൽ മെനക്കെട്ട് ധനുർവിദ്യ പരിശീലിച്ചു. ഏതിരുട്ടിലും അമ്പെയ്യാനുള്ള നൈപുണ്യം കിട്ടുന്നതുവരെ ഇത് തുടർന്നു. ഇരു കൈകളും കൊണ്ട് അമ്പും വില്ലും അനായാസേന ഉപയോഗിക്കാൻ ശീലിച്ചു. ഇക്കാരണം കൊണ്ടാണ് സവ്യസാചി, രണ്ടു കൈയും ഒരുപോലെ സ്വാധീനമുള്ളയാൾ എന്ന പേര് അർജുനന് ലഭിച്ചത്. പല വിഷയങ്ങളിലും ഉള്ള പ്രാഗൽഭ്യങ്ങളും നേട്ടങ്ങളും മൂലം അർജുനൻ്റെ വിശേഷണങ്ങൾ നാൾക്കുനാൾ ഏറിവന്നു. ഉത്തര ഫാൽഗുനി നക്ഷത്രത്തിൽ പിറന്ന കാരണം ഫൽഗുനൻ എന്നും അർജുനന് പേരുകളുണ്ട്. പൃഥ്വിയുടെ കുന്തിയുടെ പുത്രനാകയാൽ പാർത്ഥൻ, കൗന്ദേയൻ എന്നെല്ലാം അദ്ദേഹം അറിയപ്പെട്ടു. പ്രസിദ്ധമായ യദുവംശത്തിലെ വസുദേവൻ്റെ സഹോദരിയായിരുന്നു പൃഥ. പൃഥയുടെ അച്ഛൻ അർദ്ധസഹോദരനായ കുന്തി ഭോജ രാജാവിന് മക്കളില്ലായിരുന്നതിനാൽ സ്വന്തം മകളെ ദാനമായി നൽകി. ഈ ദത്തെടുക്കലിനു ശേഷം പൃഥ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. ദേവേന്ദ്രൻ നൽകിയ സ്വർഗീയ കിരീടം ധരിക്കുന്ന ആളെന്ന നിലയിൽ കിരീടി എന്നും, എല്ലായ്പ്പോഴും വെള്ളക്കുതിരപ്പുറത്തേറി യാത്ര ചെയ്യുന്നതിനാൽ ശ്വേതവാഹനൻ എന്നും, ഉള്ളുള്ള മനോഹരമായ തലമുടിയുള്ള ആളാകയാൽ ഗുഡാകേശൻ എന്നും, സമ്പദ് സമൃദ്ധി കൊണ്ടുവരുന്ന ആളെന്ന നിലയിൽ ധനഞ്ജയൻ എന്നുമുള്ള പേരുകളും അർജുനന് സ്വന്തമാണ്. രാജസൂയ യാഗത്തിന് ശേഷം ഒരുപാട് സ്വത്ത് കൈവന്നതിൽ പിന്നെയാണ് ധനഞ്ജയൻ എന്ന പേര് അർജുനന് ലഭിച്ചത്. പൂർവികനായിരുന്ന ഭരതരാജാവിൻ്റെ സദ്ഗുണങ്ങളും